ചില മാസങ്ങൾക്ക് മുൻപ് നിങ്ങൾ ഈ കാണുന്ന ചിത്രം ഇന്റർനെറ്റിലുടനീളം വൈറലായിരുന്നു. ഇടതുവശത്ത് കാണുന്ന യുവാവ് ക്രിസ്റ്റഫർ 2012 അതിയായ സംശയകരമായ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം മരിച്ചു. വലതുവശത്തെ ചിത്രം ഒരു മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഒരു ശരീരമാണ്. അത് തൻ്റെ മകനാണെന്ന് ക്രിസ്റ്റഫറിന്റെ അമ്മ വിശ്വസിക്കുന്നു. പക്ഷേ അവർ ഒരിക്കലും മകന്റെ ശരീരം ഇങ്ങനെ ദാനം ചെയ്യാൻ ആർക്കും അനുമതി നൽകിയിട്ടും ഇല്ല. ഈ ഒരു കേസ് വളരെ വിചിത്രവും അസ്വസ്ഥത ജനിപ്പിക്കുന്നതും കൂടിയാണ്. ഒരമ്മ തൻ്റെ മകന്റെ ശരീരത്തിന് യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചുവെന്ന് കണ്ടെത്താനുള്ള നിരന്തരമായ പോരാട്ടത്തെ ചുറ്റിപ്പറ്റിയുള്ളതാണ് ഈ ഒരു കേസ്. ക്രിസ്റ്റഫർ എറിക് 1989 സെപ്റ്റംബർ മാസം 27 ടെക്സസിലെ ടാലസ് കൗണ്ടിയിൽ സ്ഥിതി ചെയ്യുന്ന ഏകദേശം 150,000 ആളുകൾ മാത്രം താമസിക്കുന്ന മസ്ക്യൂറ്റ് എന്ന നഗരത്തിലാണ് ജനിച്ചത്. ബാല്യവും കൗമാരവും എല്ലാം അവിടെ തന്നെയായിരുന്നു. സംഭവം നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് 23 വയസ്സായിരുന്നു. ജീവിതം വളരെ നന്നായി പോകുന്ന സമയം. കായിക വിനോദങ്ങളിൽ വളരെ താല്പര്യമുള്ള ഒരു വ്യക്തി, കൂടാതെ ഒരുപാട് ദൈവവിശ്വാസമുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു. ക്രിസ്റ്റഫർ പതിവായി പള്ളിയിൽ പോവുകയും സുഹൃത്തുക്കളുമായും കുടുംബ അംഗങ്ങളുമായും അടുത്ത ബന്ധം പുലർത്തുകയും ചെയ്തു. ദുഃഖകരമായ ഒരവസാനം വരാൻ ഇടയാക്കിയ വിധത്തിൽ ഗുരുതരമായ പ്രശ്നങ്ങളൊന്നും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നിട്ടില്ല. അദ്ദേഹം അങ്ങനെ പ്രകടമാക്കിയിട്ടുമില്ല. അമ്മയുടെ അഭിപ്രായത്തിൽ അദ്ദേഹം ഭാവിയെക്കുറിച്ച് സ്വപ്നങ്ങളും പദ്ധതികളുമുള്ള ഒരു സന്തോഷവാനായ വ്യക്തിയായിരുന്നു. എങ്കിലും ക്രിസ്റ്റഫറിന്റെ ജീവിതത്തിൽ വെല്ലുവിളികളെ ഇല്ലായിരുന്നു എന്നൊരിക്കലും പറയാനും സാധിക്കില്ല. മാതാപിതാക്കളായ കിം എറിക് സ്മിത്തും സ്റ്റീഫനും വേർപിരിഞ്ഞിരുന്നു. ക്രിസ്റ്റഫറും അതിനുശേഷം ഹൂസ്റ്റണിൽ അച്ഛന്റെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. പക്ഷേ ഈ ദുരന്തത്തിന് മുൻപുള്ള മാസങ്ങളിൽ അമ്മയായ കിം ക്രിസ്റ്റഫറുമായി വളരെ അടുത്ത ബന്ധം തന്നെ നിലനിർത്തി. 2012 ക്രിസ്റ്റഫറിന്റെ അച്ഛനായ സ്റ്റീവൻ ഹൂസ്റ്റണിലെ ഒരു ബോയ്സിനായിട്ടുള്ള ബോർഡിംഗ് സ്കൂളിലേക്ക് അവനെ അയച്ചു. ആ ഒരു സ്ഥാപനം വളരെ സംശയകരമാണെന്ന് അമ്മയായ കിം പിന്നീട് വാദിച്ചിരുന്നു. അവരുടെ അഭിപ്രായത്തിൽ ആ ഒരു ഹോസ്റ്റലിന് തന്നെ ഒരു ദുഷ്പേരുണ്ടായിരുന്നു. ഒരുപാട് പീഡനങ്ങളും ദുരൂഹ മരണങ്ങളും സംഭവിച്ച റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. ക്രിസ്റ്റഫർ ബോർഡിംഗ് സ്കൂളിലേക്ക് പോയതിനു ശേഷം അച്ഛനായ സ്റ്റീവൻ കിമ്മിനോട് ആവശ്യപ്പെട്ടിരുന്നു ക്രിസ്റ്റഫറുമായി സംസാരിക്കാൻ പാടില്ല, അവനെ കാണാൻ പാടില്ല എന്ന്. സന്ദർശകരെ അനുവദിച്ചിട്ടില്ല, ഫോൺ വിളികളൊന്നും അനുവദിച്ചില്ല. ഇതിലൂടെ മകനെ കുറിച്ചുള്ള യാതൊരു വിവരങ്ങളും പിന്നെ കിമ്മിന് ലഭിക്കാതെയായി. ഈ നിർബന്ധിതമായ ഒറ്റപ്പെടൽ എന്തോ ഭയപ്പെടുത്തുന്ന കാര്യം സംഭവിക്കാനിരിക്കുന്നുവെന്നുള്ള ഒരു ചിന്ത കിമ്മിന്റെ മനസ്സിൽ ഉണർത്തിക്കൊണ്ടേയിരുന്നു. കൂടാതെ ബോർഡിംഗ് സ്കൂളിൽ വ്യക്തമായ വൈദ്യശാസ്ത്രപരമായ കാരണമൊന്നും ഇല്ലാതെ ക്രിസ്റ്റഫറിന് അത്യധികം ടെസ്റ്റോസ്റ്റിറോൺ കുത്തിവയ്പ്പുകൾ നടത്തുകയും ചെയ്തു. ഇതെന്തിനാണ് സംഭവിക്കുന്നത് എന്ന് അവൾക്ക് മനസ്സിലായതുമില്ല. പക്ഷെ ഇതിനെക്കുറിച്ച് അച്ഛനായ സ്റ്റീവൻ അറിയാമായിരുന്നുവെന്നും അയാൾ ഇതിനൊരു അനുമതി നൽകിയിരുന്നുവെന്നുമാണ് കിം പറയുന്നത്. ഈ ആരോപണങ്ങൾ ഭയപ്പെടുത്തുന്ന ചോദ്യങ്ങളും അവിടെ ഉയർത്തുന്നുണ്ട്. ബോർഡിംഗ് സ്കൂളിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ട് ക്രിസ്റ്റഫറിനെ ആ ഒരു ബോർഡിംഗ് സ്കൂളിൽ കൊണ്ടാക്കിയതിനു ശേഷം അച്ഛൻ അവനെ ഒറ്റപ്പെടുത്തി? പിന്നീട് അവന് നടന്ന ദുരന്തം ഇതുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? 2012 നവംബർ മാസം 8 ക്രിസ്റ്റഫർ ഹൂസ്റ്റണിലെ തന്റെ അച്ഛന്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അവന് 23 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ. ഈ ഒരു വാർത്ത അമ്മയായ കിമ്മിനെ തകർത്തു മുറിച്ചു. പക്ഷെ അതിന് പിന്നാലെ നടന്ന കാര്യങ്ങളെല്ലാം അവരുടെ ആ ഒരു ദുഃഖത്തെ ഒരവസാനവും ഇല്ലാത്ത ദുസ്വപ്നമാക്കി മാറ്റി. ആദ്യം മരണകാരണം ഹൃദയസ്തംഭനം എന്നാണ് രേഖപ്പെടുത്തിയിരുന്നത്. പക്ഷെ ഔദ്യോഗിക റിപ്പോർട്ടിൽ അത് വീണ്ടും മാറി. ഇത് ആദ്യത്തെ സംശയം അവിടെ ഉണ്ടാക്കി. പുതുക്കിയ മരണ സർട്ടിഫിക്കറ്റ് പ്രകാരം ക്രിസ്റ്റഫർ സയനൈഡ് വിഷബാധ മൂലമാണ് മരിച്ചത്. അത്യന്തം അപകടകരമായ ഒരു വിഷവസ്തു. മരണകാരണം അനിശ്ചിതമെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്വയം ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ സ്വാഭാവിക കാരണമാകാം. പക്ഷേ വ്യക്തമായ നിഗമനം അവിടെയും ഇല്ലായിരുന്നു. ടോക്സിക്കോളജി പരിശോധനയിൽ ക്രിസ്റ്റഫറിന്റെ ശരീരത്തിൽ സയനൈഡ് ഉണ്ടായിരുന്നതായി സ്ഥിരീകരിച്ചു. എന്നാൽ ഈ വിഷം അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് എങ്ങനെ എത്തി ഇതിന്നുവരെ ആർക്കും അറിയില്ല. റിപ്പോർട്ടിൽ നിയമവിരുദ്ധമായ ചില വസ്തുക്കളും ശരീരത്തിൽ കണ്ടെത്തിയതായി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവ ഏതൊക്കെയാണെന്നും വ്യക്തമാക്കിയിട്ടില്ല. ഓട്ടോപ്സി നടത്തിയ പാത്തോളജിസ്റ്റ് ക്രിസ്റ്റഫറിന് 2 ആരോഗ്യ പ്രശ്നങ്ങളായിരുന്നു പറഞ്ഞത്. ഹൃദയത്തിലെ രക്തനാളത്തിന്റെ അസാധാരണമായ ഒരു രൂപം. ക്രിസ്റ്റഫറിന്റെ വലത് ഹൃദയധമനിയിൽ സാധാരണയായുള്ള ഒരു വലിയ രക്തക്കുഴലിന് പകരം 3 ചെറിയ രക്തക്കുഴലുകൾ ഉണ്ടായിരുന്നു. അതിനാൽ ഹൃദയത്തിന്റെ ചില ഭാഗങ്ങളിൽ വേണ്ടത്ര രക്തം എത്തിയില്ല.
പ്രത്യേകിച്ച് സമ്മർദ്ദം കൂടുമ്പോൾ ഹൃദയത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിരുന്നു. പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ പാത്തോളജിസ്റ്റ് കണ്ടെത്തിയത് ക്രിസ്റ്റഫറിന്റെ ഹൃദയമാസ്പേശിയുടെ ചില ഭാഗങ്ങളിൽ ആവശ്യമായ ഓക്സിജൻ കിട്ടാതെ ചെറിയൊരു ഹൃദയാഘാതം സംഭവിച്ചിട്ടുണ്ട്. ഇത് മരണത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപോ പരമാവധി ഒരു ദിവസം മുൻപോ നടന്നതാകാമെന്നും അദ്ദേഹം പറയുന്നു. ഇതിനു പുറമെ ക്രിസ്റ്റഫറിന്റെ ഔർട്ടോ എന്ന വലിയ രക്തക്കുഴലിന്റെ ഭിത്തിയിൽ ചെറിയൊരു പൊട്ടലും അതിന് ചുറ്റുമുള്ള ഭാഗത്ത് രക്തം കെട്ടിക്കിടക്കുന്നതും കണ്ടെത്തി. ഇത് 1 മുതൽ 2 ദിവസത്തിനുള്ളിൽ ഉണ്ടായ പരിക്കായിരുന്നുവെങ്കിലും ഇതാണ് മരണകാരണമെന്നും അവിടെ പറയാനായില്ല. ആദ്യം പാത്തോളജിസ്റ്റ് കരുതിയത് ഈ ധമനിയിലെ അസാധാരണ രൂപവും ഹൃദയത്തിലുണ്ടായ ഈ ഒരു പ്രശ്നങ്ങളുമാണ് മരണത്തിന് കാരണം എന്ന്. പക്ഷെ പിന്നീട് ക്രിസ്റ്റഫറിന്റെ ശരീരത്തിൽ സയനൈഡ് കണ്ടെത്തിയപ്പോൾ കാര്യം മറ്റു രീതിയിലായി മാറി. അവസാനം സയനൈഡ് കാരണമാണ് ക്രിസ്റ്റഫർ മരിച്ചത് എന്നും പറഞ്ഞു. എന്നാൽ അതവൻ സ്വയം കഴിച്ചതാണോ, അറിയാതെ കഴിച്ചതാണോ, മറ്റൊരാൾ നൽകിയതാണോ, ഇതൊന്നും കണ്ടെത്താനായില്ല. മരണസമയം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ച് ശരീരം കണ്ടെടുത്ത സമയത്തിന് 6 മുതൽ 24 മണിക്കൂറിന് മുൻപാണ്. ശരീരം 2012 നവംബർ മാസം 8 പുലർച്ചെ 4 മണിക്ക് കണ്ടെത്തി. അടുത്ത ദിവസം രാവിലെ 8:30 പോസ്റ്റ്മോർട്ടം. ക്രിസ്റ്റഫറിന്റെ അമ്മയായ കിം ആദ്യം അച്ഛനായ ക്രിസ്റ്റഫറിന് നേരെയായിരുന്നു എല്ലാ സംശയങ്ങളും ഉന്നയിച്ചത്. പക്ഷേ പോലീസിന് അവിടെ ആരെയും കുറ്റം ചുമത്താൻ മതിയായ തെളിവുകളൊന്നും ലഭിച്ചില്ല. 2013 ഈ ഒരു കേസ് ഗ്രാൻഡ് ജൂറി പരിശോധിച്ചു. എന്നിട്ടും ആരെയും കുറ്റം ചുമത്തിയില്ല. മരണകാരണം അനിശ്ചിതം എന്ന നിലയിൽ മാത്രം തുടർന്നു. പക്ഷെ അമ്മയായ കിം ഇതൊന്നും ഒരിക്കലും അംഗീകരിച്ചില്ല. അവരുടെ വാദമനുസരിച്ച് ക്രിസ്റ്റഫറിന് ജീവൻ ഉപേക്ഷിക്കേണ്ട കാരണം ഒന്നും ഉണ്ടായിരുന്നില്ല. അവൻ ഒരിക്കലും അങ്ങനെ ആത്മഹത്യ ചെയ്യുന്ന വ്യക്തിയെ അല്ല. അവൻ വളരെ ആക്റ്റീവായിരുന്നു, പള്ളിയിൽ പോകുമായിരുന്നു, അവന് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു, സ്ഥിരമായി അവന് ചെയ്യാൻ ഒരുപാട് ജോലികൾ ഉണ്ടായിരുന്നു, പദ്ധതികൾ ഉണ്ടായിരുന്നു. മരണ സർട്ടിഫിക്കറ്റിൽ ഹൃദയസ്തംഭനമായിരുന്നുവെങ്കിലും പിന്നീട് അത് സയനൈഡ് വിഷബാധയാക്കി മാറ്റി. പക്ഷേ സയനൈഡ് എങ്ങനെ ശരീരത്തിലേക്ക് കടന്നു വന്നു എന്ന കാര്യം വ്യക്തമായിരുന്നില്ല. ഇവയെല്ലാം അമ്മയായ കിമ്മിന്റെ സംശയം കൂടുതൽ ശക്തമായി. അമ്മ പറയുന്നതനുസരിച്ച് സ്റ്റീവൻ എന്തോ മറച്ചു വെക്കുന്നുണ്ട്. കിമ്മിന് സംശയം വന്നത് മകൻ മരിച്ച മരണവാർത്ത തന്നെ അറിയിച്ച ഒരു രീതിയാണ്. അയാൾ ഉടനൊന്നും വിവരം നൽകിയില്ല. അടക്കം ചെയ്തതിന് ശേഷമാണ് അമ്മയെ വിളിച്ചറിയിച്ചത്. ഇതെല്ലാം കിമ്മിന് വളരെ സംശയകരമായി തന്നെ തോന്നി. എനിക്ക് എൻ്റെ മകന്റെ ശരീരം കാണാൻ പോലും അനുവദിക്കാത്തത് എന്തുകൊണ്ട്? എൻ്റെ മകന്റെ ശരീരം കാണാൻ പോലും അനുവദിക്കാത്തത് എന്തുകൊണ്ട്? അടക്കം ഇത്ര പെട്ടെന്ന് ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ട്? ഇതെല്ലാം ചേർന്ന് സ്റ്റീവൻ എന്തോ മറച്ചു വെക്കുന്നുവെന്ന് കിം വിശ്വസിച്ചു. കൂടാതെ ആ ബോർഡിംഗ് സ്കൂളിലെ ദുരൂഹത, ക്രിസ്റ്റഫർ മരിക്കുന്നതിന് മുൻപ് അവനുണ്ടായിരുന്ന ആ ഒരു ബോർഡിംഗ് സ്കൂൾ, അത് സംബന്ധിക്കുന്ന വിവരങ്ങളും കിം അന്വേഷിച്ചു. അവരുടെ ആരോപണം അനുസരിച്ച് ആ സ്കൂളിൽ പല സംശയകരമായ കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. യുവാക്കളെ മെഡിക്കൽ ആവശ്യമായ കാരണങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ തന്നെ അധിക ടെക്സ്റ്റോസ്റ്ററുകൾ നൽകിയിരുന്നു. ഇതൊക്കെ ക്രിസ്റ്റഫറിന്റെ ഹൃദയ പ്രശ്നങ്ങൾക്ക് കാരണമായി തീർന്നിരിക്കും. അതേ സ്കൂളിൽ മറ്റു ചില യുവാക്കളും ദുരൂഹമായ സാഹചര്യത്തിൽ മരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ സ്കൂൾ മാനേജ്മെന്റും ഇവിടെ എന്തൊക്കെയോ മറച്ചു വെക്കുന്നുവെന്നും ഇവർക്ക് സംശയം തോന്നി. അങ്ങനെ ക്രിസ്റ്റഫറിന്റെ മരണത്തിന് വർഷങ്ങൾക്ക് ശേഷം ലാസ് വെഗാസിലെ റിയൽ ബോഡീസ് എക്സിബിഷൻ ഹാൾ സന്ദർശിച്ചു. പ്ലാസ്റ്റിനേഷൻ ചെയ്ത യഥാർത്ഥ മനുഷ്യ ശരീരങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഒരു വിവാദ പ്രദർശനമായിരുന്നു അത്. അവിടെ പ്രദർശിപ്പിച്ചിരുന്ന ഈ ബോഡീസിലെ 27ാമത്തെ നമ്പറിലുണ്ടായിരുന്ന ഒരു തിങ്കർ ഭാവത്തിലിരുന്ന ശരീരം, അത് കണ്ട് കിം അക്ഷരാർത്ഥത്തിൽ നിശ്ചലയായി. അവളുടെ ഉറച്ച വിശ്വാസം അത് തൻ്റെ മകൻ തന്നെയാണ്. ഉയരം, ഭാരം, അസ്ഥികളുടെ രൂപം, മുഖഘടന എല്ലാം അതുപോലെ തന്നെ. ചർമ്മം ഇല്ലെങ്കിൽ പോലും എല്ലാം ക്രിസ്റ്റഫറുമായി പൊരുത്തപ്പെടുന്നുണ്ടെന്ന് അവൾ പറഞ്ഞു. അവൾ ക്രിസ്റ്റഫറിന്റെ 2 ഫോട്ടോസ് കൊണ്ടുവന്നു. ഒന്ന് കുട്ടിയായിരുന്നപ്പോഴുള്ളതും ഒന്ന് വലുതായപ്പോഴുള്ളതും. രണ്ടും ആ ശരീരത്തോട് താരതമ്യം ചെയ്തു. താരതമ്യം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചപ്പോൾ പലർക്കും ആ സാമ്യം അതിശയകരമായി തന്നെ തോന്നി. ഉടൻ തന്നെ കിം അവിടെയുള്ള സ്റ്റാഫിനോട് ഈ ശരീരം ആരുടേതാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ചില സെക്യൂരിറ്റി റീസൺസ് കാരണം ഞങ്ങൾക്കത് പറയാൻ സാധിക്കില്ല എന്നാണ്. കിമ്മിന് അതും സംശയകരമായി തോന്നി. ശരീരം ആരെങ്കിലും സ്വമേധയാ ഇഷ്ടപ്രകാരം ദാനം ചെയ്തതാണെങ്കിൽ പേരുകൾ അവിടെ മറച്ചു വെക്കുന്നത് എന്തുകൊണ്ട്? വീണ്ടും അവൾ ഇതിനെക്കുറിച്ച് തിരയാൻ തുടങ്ങി. അങ്ങനെ ഇന്റർനെറ്റിലെ ചില അജ്ഞാത ഫോറത്തിൽ അന്വേഷിച്ചു. അവിടെ മുൻപ് ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തി പറഞ്ഞത് ശരീരങ്ങളൊക്കെ നിയമവിരുദ്ധമായിട്ടാണ് ഇവിടെ കൊണ്ടുവരുന്നത്, മേൽനോട്ടമൊന്നും ഇല്ല എന്നും പറഞ്ഞു.
അവിടെ ജോലി ചെയ്തിരുന്ന ഒരു പുതിയ ജോലിക്കാരൻ കിമ്മിനോട് പറഞ്ഞത് ശരീരങ്ങൾ എവിടെ നിന്ന് ലഭിക്കുന്നുവെന്ന് സ്റ്റാഫുകൾക്ക് പോലും സംശയമുണ്ട് എന്ന്. കിമ്മിന് ഇതിനെക്കുറിച്ചുള്ള പൂർണ്ണ വിശദാംശം ലഭിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു DNA പരിശോധനയായിരുന്നു അവൾ അടുത്ത് ആവശ്യപ്പെട്ടത്. പക്ഷേ പ്ലാസ്റ്റിനേഷൻ പ്രക്രിയയിൽ ശരീരത്തിലെ ജൈവവസ്തുക്കൾ പൂർണ്ണമായും പോളിമറുകളാൽ മാറ്റി സ്ഥാപിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ DNA പരിശോധന ചെയ്യുക വളരെ ബുദ്ധിമുട്ടായ, ചിലപ്പോൾ അസാധ്യമായ കാര്യമാകാം. ശരീരത്തിന് DNA പരിശോധന ആവശ്യപ്പെട്ടെങ്കിലും അവർ പറഞ്ഞത് പ്ലാസ്റ്റിനേഷൻ കാരണം DNA എടുക്കാൻ സാധ്യമല്ല എന്നാണ്. പക്ഷേ കിം അപ്പോഴും വാദിച്ചുകൊണ്ടേയിരുന്നു. പ്രദർശനത്തിന് ഒളിപ്പിക്കാൻ ഒന്നുമില്ലെങ്കിൽ കുറഞ്ഞ പക്ഷം ഒരു ഔദ്യോഗിക പ്രസ്താവനയെങ്കിലും പുറത്തിറക്കണം, അല്ലെങ്കിൽ അവളുടെ അന്വേഷണത്തിന് സഹകരിക്കേണ്ടതുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രദർശന മാനേജ്മെന്റിനോട് അവൾക്ക് വീണ്ടും സംശയം വർദ്ധിച്ചു തുടങ്ങി. തുടർന്ന് കിമ്മിന്റെ പോരാട്ടങ്ങൾക്കിടയിൽ ഈ ഒരു കേസ് സോഷ്യൽ മീഡിയയിലും വാർത്താമാധ്യമങ്ങളിലും ശ്രദ്ധ നേടി. പക്ഷേ പ്രദർശനം നൽകുന്ന വ്യക്തികൾ കിമ്മിന്റെ ആരോപണങ്ങൾക്കൊന്നും ഒരു മറുപടിയും നൽകിയില്ല. അവസാനം കിം ഫേസ്ബുക്കിൽ സ്റ്റീവനെ, അതായത് ക്രിസ്റ്റഫറിന്റെ അച്ഛനെ നേരിട്ട് അഭിസംബോധന ചെയ്ത് ഒരു പൊതു പോസ്റ്റ് എഴുതി. അവിടെ അവൾ സ്റ്റീവനെതിരെ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചു. ക്രിസ്റ്റഫറിന്റെ ശരീരം ലാസ് വേഗാസ് റിയൽ ബോഡീസ് പ്രദർശനത്തിന് വിറ്റ് അയാൾ ലാഭം നേടിയെന്നായിരുന്നു അവളുടെ ഒരു വാദം. ആ വാദം അനുസരിച്ച് സ്റ്റീവൻ ക്രിസ്റ്റഫർ ബോർഡിംഗ് സ്കൂളിൽ ആയിരിക്കുമ്പോൾ അവനുമായിട്ടുള്ള എല്ലാ ബന്ധവും വിച്ഛേദിച്ചു. ഫോൺ സന്ദർശനം ഒന്നും അനുവദിച്ചില്ല. ഉദ്ദേശപൂർവ്വം തന്നെ അവനെ ഒറ്റപ്പെടുത്തിയതാണ്. എന്നാൽ ഇവളുടെ വാദങ്ങൾക്കൊന്നും ഒരു മറുപടി ഉണ്ടായില്ല. തുടർന്ന് കിം Change.org എന്ന ഒരു ഹർജി ആരംഭിച്ചു. അവൾ സംശയിക്കുന്ന ആ ഒരു ശരീരത്തിന്റെ DNA ടെസ്റ്റ് നടത്തണം, അത് ക്രിസ്റ്റഫറുടേതാണോ എന്ന് കണ്ടെത്തണം. ഈ ഒരു ഹർജി അനുകൂലിച്ചുകൊണ്ട് 1000-ഓളം പേർ അതിൽ ഒപ്പുവെച്ചു. കിമ്മിന് ആ സമയം വലിയൊരു പിന്തുണയും ലഭിച്ചു. ഫേസ്ബുക്കിൽ ഇതിനു വേണ്ടി ഒരു പേജ് തുടങ്ങി. തന്റെ ദുഃഖവും നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടവും എല്ലാം അതിലൂടെ പങ്കുവെച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴും കിം ഉറച്ചു വിശ്വസിച്ചിരുന്നത് ക്രിസ്റ്റഫർ ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നില്ല. അവൻ സന്തോഷവാനായിരുന്നു, ആക്റ്റീവായിരുന്നു, ദൈവവിശ്വാസിയായിരുന്നു, പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ശരീരത്തിൽ സയനൈഡ് കണ്ടെത്തിയത് അവൾക്ക് വലിയൊരു സൂചനയായി തന്നെ തോന്നി. ഇതെല്ലാം സ്റ്റീവനും ആ ബോർഡിംഗ് സ്കൂളും ചേർന്ന് നടത്തിയ എന്തെങ്കിലും കാര്യമാണോ എന്നും അവൾക്ക് തോന്നി. അങ്ങനെ 2025 ഈ വർഷം ഈ കേസ് വീണ്ടും വൈറലായി. സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ചർച്ചയായി. മനുഷ്യ ശരീരം ഇങ്ങനെ പ്രദർശിപ്പിക്കുന്ന വ്യവസായത്തെക്കുറിച്ച് കൂടുതൽ മറക്കാഴ്ചകൾ ആവശ്യപ്പെടുകയായിരുന്നു പലരും ചെയ്തത്. അപ്പോഴും കിം ശാന്തമായിരുന്നില്ല. ഈ Change.org ഹർജിയും സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ഈ ഒരു പ്രശ്നത്തെ ജനശ്രദ്ധയിൽ തന്നെ അങ്ങനെ നിലനിർത്തി. അധികാരികൾ, വക്കീൽ, റിയൽ ബോഡീസ് പ്രദർശന മാനേജ്മെന്റ് ഇവരുമായെല്ലാം നിരന്തരം ഇങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടേയിരുന്നു. തുടർന്ന് ആ പ്രദർശനത്തിന് ഗുരുതരമായ വിമർശനങ്ങളും നേരിടേണ്ടി വന്നു. 2012-13 കാലഘട്ടത്തിൽ ഈ പ്രദർശന ഉടമയ്ക്ക് ശരീരങ്ങളുടെ ഉറവിടമൊന്നും സ്ഥിരീകരിക്കാത്തതിനാൽ നിയമപ്രശ്നങ്ങൾ നേരിട്ടതായും റിപ്പോർട്ടുകളുണ്ട്. എങ്കിലും വലിയ ശിക്ഷയൊന്നും അതിന് ലഭിച്ചില്ല. കാരണം ഇത് നിയന്ത്രണം വളരെ കുറവുള്ളൊരു വ്യവസായമാണ്. കിം ഓൺലൈൻ ഫോറത്തിൽ നടത്തിയ അന്വേഷണം അനുസരിച്ച് കണ്ടെത്തിയത് തന്റെ ഗർഭിണിയായ ഭാര്യയുടെ ശരീരം പ്രദർശനത്തിന് വച്ചിട്ടുണ്ട് എന്നൊരാൾ വിശ്വസിച്ചിരുന്നു. മറ്റൊരു കഥയിൽ ഒരു ഏഷ്യൻ മാധ്യമ പ്രവർത്തക മ്യൂസിയം സന്ദർശിച്ച ശേഷം കാണാതായി. പിന്നീട് അവരുടെ ആ ശരീരം പ്രദർശനത്തിൽ കണ്ടുവെന്നുള്ളൊരു ആരോപണവും ഉണ്ട്. ഇവയൊന്നും സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ഈ പ്രദർശനത്തിനായിട്ടുള്ള ശരീരങ്ങൾ അനധികൃതമായി ലഭിക്കുന്നുവെന്ന സംശയം വീണ്ടും വീണ്ടും വളർന്നു വന്നു. ഇതെല്ലാം കൂടിയായപ്പോൾ കിം വലിയൊരു ഓൺലൈൻ സമൂഹത്തിന്റെ ഒരു പിന്തുണ തന്നെ നേടി. ഈ പ്രദർശനത്തിന് കർശന നിയന്ത്രണം എല്ലാവരും ആവശ്യപ്പെടുന്നുണ്ട്. പൊതുജന സമ്മർദ്ദപ്രകാരം ഈ ഒരു കേസ് ഇപ്പോഴും ആക്റ്റീവാണ്. റിയൽ ബോഡീസ് പ്രദർശനം ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ വിമർശനം അത് ദിവസേന ഉയരുന്നുണ്ട്. ചിലർ പറയുന്നത് ഈ ഒരു 27-ാം നമ്പർ ആ ഒരു ശരീരം ഈ വിവാദങ്ങൾ കാരണം മാറ്റിയിട്ടുണ്ടാകാം. എന്നാൽ അതും സ്ഥിരീകരിച്ചിട്ടില്ല. ഈ കേസിലൂടെ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട തിയറീസ് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. ഒന്നാമത്തേത്, പിതാവാണ് കൊലപാതകി. ഇത് കിമ്മിന്റെ ഒരു തിയറിയാണ്. സയനൈഡ് ഉപയോഗിച്ച് കൊന്നതായി കിം വിശ്വസിക്കുന്നു. ക്രിസ്റ്റഫറിന്റെ ശരീരം അതിനുശേഷം അവൻ വിറ്റതായും ആരോപിക്കുന്നു. പെട്ടെന്ന് നടത്തിയ അടക്കം എല്ലാം സംശയകരമാണ്. പക്ഷെ ഇതിന് നേരിട്ട് തെളിവില്ല. രണ്ടാമത്തെ കാര്യം, ബോർഡിംഗ് സ്കൂളിലെ അപകട മരണം, ടെസ്റ്റോസ്റ്റിറോൺ ഇഞ്ചക്ഷനുകൾ, രാസപദാർത്ഥങ്ങൾ മുതലായവയുടെ തെറ്റായ ഉപയോഗം, അപകടം മറച്ചുവെക്കാൻ ശരീരം പ്രദർശനത്തിന് നൽകിയതാകാം. പക്ഷെ ഇതിനും രേഖകളില്ല, തെളിവുകളില്ല. മൂന്നാമത്തേത്, സ്വമേധയാ കഴിച്ചതോ അപകടമോ. ഇത് ഒഫീഷ്യൽ വേർഷൻ ആണ്. ഒരു പക്ഷേ ഇഷ്ടമല്ലാതിരുന്നിട്ട് കൂടിയും സയനൈഡിന്റെ ഒരു സമ്പർക്കം ഉണ്ടായിരുന്നിട്ടുണ്ടാകാം. പക്ഷെ ഈ ഒരു തിയറി കിം വിശ്വസിക്കുന്നില്ല. ഇതിന് തെളിവുകളുമില്ല. നാലാമത്തേത്, ശരീരക്കടത്ത് നെറ്റ്വർക്ക്, റിയൽ ബോഡീസ് പ്രദർശനം. ഇതിന് വേണ്ടിയിട്ടുള്ള ബോഡീസ്
വളരെ സംശയകരമായ സോഴ്സസിൽ നിന്നാണ് ലഭിക്കുന്നത്. കിമ്മിന്റെ ആരോപണം അനുസരിച്ച് സ്റ്റീവനും ഈ ഒരു നെറ്റ്വർക്കിൽ പങ്കാളിയായിരിക്കാമെന്നും പറയുന്നു. പക്ഷേ DNA ടെസ്റ്റ് ചെയ്യാത്തതിനാൽ ഇതിനും തെളിവുകളില്ല. അവസാനം ക്രിസ്റ്റഫർ ഡോഡിന്റെ ഈ ഒരു കേസ് ഒരു കുറ്റാന്വേഷണ കഥ മാത്രമല്ല, ഒരമ്മയുടെ അവസാനിക്കാത്ത നീതി പോരാട്ടത്തിന്റെ കഥയാണ്. ഇപ്പോഴും കിം വിശ്വസിക്കുന്നത് ക്രിസ്റ്റഫറിനെ കൊലപ്പെടുത്തിയതാണ്. അവന്റെ ഡെഡ് ബോഡി ഈ റിയൽ ബോഡി പ്രദർശനത്തിന് വച്ചിരിക്കുന്നു എന്ന്. പക്ഷേ വ്യക്തമായ ഉത്തരങ്ങളൊന്നും ലഭിക്കാത്തതിനാൽ ഇന്നും ആ അവസാനിക്കാത്ത ദുരന്തത്തിന് നടുവിലാണ് അമ്മയുള്ളത്. സത്യത്തിൽ ഒരു അമ്മയുടെ സ്നേഹം അതൊരിക്കലും ചെറുതായി കാണരുത്. സത്യം അറിയാൻ ഒരമ്മ പോകുന്ന ദൂരം അത് അതിരില്ലാത്തതാണ്. ഇതിലൂടെ നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ ചില പോയിന്റ്സ് പറയാം. സത്യം നമ്മൾ എത്ര തന്നെ ഒളിപ്പിച്ചു വെച്ചാലും അത് എന്നായാലും പുറത്തു വരും. തെളിവുകളില്ലെങ്കിൽ പോലും സംശയം ജനങ്ങളുടെ മനസ്സിൽ തുടരുമ്പോൾ അത് സത്യത്തെ തേടി മുന്നേറുക തന്നെ ചെയ്യും. രണ്ടാമത്തെ കാര്യം, ഈ ശരീരങ്ങളൊക്കെ പ്രദർശിപ്പിക്കുന്ന വ്യവസായം, ഇതിനൊക്കെ കർശന നിയന്ത്രണം അത്യാവശ്യമാണ്. മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഒരു പരസ്യതയും മാനുഷികതയും ഒക്കെ വേണം. മൂന്നാമത്തെ കാര്യം, നീതി വൈകിയാലും നീതിക്ക് വേണ്ടിയിട്ടുള്ള ശബ്ദം അതൊരിക്കലും നിശബ്ദമാകരുത്. കിമ്മിനെ പോലെ അവിടെ ഉത്തരങ്ങളില്ലെങ്കിലും ചോദ്യങ്ങൾ നമ്മൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കണം. നാലാമത്തേത്, നമ്മൾ കാണുന്നതെല്ലാം ശരിയാണെന്ന് ഒരിക്കലും കരുതരുത്. ഒളിഞ്ഞിരിക്കുന്ന സത്യങ്ങൾ കണ്ടെത്താൻ പലപ്പോഴും ധൈര്യവും അന്വേഷണവും ആവശ്യമാണ്. അഞ്ചാമത്തേത്, സംശയം ഉണ്ടെങ്കിൽ അത് ചോദിക്കാനുള്ള ധൈര്യം വേണം. ചോദിക്കാത്തത് കൊണ്ട് പല സത്യങ്ങളും അപ്രത്യക്ഷമായി. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സത്യത്തിൽ ക്രിസ്റ്റഫർ എങ്ങനെയായിരിക്കാം മരിച്ചത്? ഈ തിയറികളിൽ പറയുന്നത് പോലെ അച്ഛൻ കൊന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ സയനൈഡ് കഴിച്ചത് മൂലമുണ്ടായ ഒരു അപകട മരണമായിരിക്കുമോ, അല്ലെങ്കിൽ ആരെങ്കിലും അയാളെ കൊന്നതായിരിക്കുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ഇതുവരെയും ലൈക്ക് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യാം. നമ്മുടെ ചാനൽ ഇത് ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.